ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനും പഠിക്കാനും പോകുന്നത് യോഗയിലുള്ള സൂര്യ നമസ്കാരത്തെ കുറിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ബിസി ഷെഡ്യൂളായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു 20 മിനിറ്റ് നമ്മുടെ ലൈഫിന് വേണ്ടി നമുക്ക് നമ്മുടെ ബോഡിക്കും മൈൻഡിനും വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് ഏതാണെന്ന് ചോദിച്ചാൽ സൺസൾട്ടേഷൻ ആണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻ അത്രയും കണക്റ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വർക്കൗട്ട് രീതി ഇല്ല എന്ന് തന്നെ പറയാം. ഓൾമോസ്റ്റ് എല്ലാ മേജർ മൈനർ മസിലുകളെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കൗട്ട് സീരീസ് ആണ്, അല്ലെങ്കിൽ ഒരു 12 സ്റ്റെപ്സ് ഓഫ് ആസനാസ് എന്ന് വേണമെങ്കിൽ പറയാം യഥാർത്ഥത്തിൽ യോഗയിലുള്ള സൂര്യ നമസ്കാരം. ഏറ്റവും ഉചിതമായ സമയം മോർണിംഗിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഏർലി മോർണിംഗിൽ സൂര്യോദയത്തിന്റെ സമയത്ത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഫാർ ബെറ്റർ. അങ്ങനെ സമയം കിട്ടാത്തവരാണ്, അത്തരം കാര്യങ്ങൾക്ക് സാധിക്കാത്തവരാണെങ്കിൽ സെറ്റിന്റെ സമയത്തും ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു സമയത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കുറച്ച് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. വീഡിയോയുടെ അവസാനം ഞാൻ ആ വർക്കൗട്ട് പ്ലാൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ അത് ഷെയർ ചെയ്യാം. യഥാർത്ഥത്തിൽ ഈ ഒരു വർക്കൗട്ട് രീതി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി, ഈ 3 കാര്യങ്ങളിലേക്കായിരിക്കും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് രീതി എങ്ങനെയാണെന്നും അതിൻ്റെ ആ വർക്കൗട്ടിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മാറ്റിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കുക. ദെൻ പ്രയർ പൊസിഷൻ, കൈകൾ രണ്ടും കൂപ്പി പിടിക്കുക. ടേക്ക് എ ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് ആംസ് അപ്പ് ആർച്ച് ബാക്ക്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആർച്ച് ബാക്ക് ചെയ്യുക. ദെൻ എക്സ്ഹേൽ, ബെൻഡ് ഫോർവേഡ്. കാൽമുട്ടുകൾ വളയാതെ ബെൻഡ് ഫോർവേഡ് ചെയ്യുക. കൈകൾ രണ്ടും അടുത്ത് തന്നെ പ്ലേസ് ചെയ്യുക. ദെൻ റൈറ്റ് ലെഗ് ബാക്ക്. നമ്മുടെ വലത്തെ കാല് പിന്നിലേക്ക് ഇറക്കി വെക്കുക. നേരെ മുകളിലേക്ക് നോക്കാൻ ശ്രമിക്കുക. ദെൻ അതർ ലെഗ് ബാക്ക്. ഇപ്പോൾ ബോഡി ഒരു പുഷപ്പ് പൊസിഷനിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. ബ്രിങ് യുവർ നീ ചെസ്റ്റ് ഫോർ ഹെഡ് ഡൗൺ. നമ്മുടെ കാൽമുട്ട്, നെഞ്ച്, തല ഗ്രൗണ്ടിൽ തട്ടി നിൽക്കുന്നുണ്ടാവുക. ടേക്ക് എ ഡീപ്പ് ഇൻഹെയിൽ ആൻഡ് കം ടു സ്ലൈറ്റ്ലി ആർച്ച് ബാക്ക്. കോബ്ര പോസിലേക്ക് വന്ന് നിൽക്കുന്നു. ദെൻ എക്സ്ഹേൽ, കം ടു ഇൻവേർട്ടഡ് വി പൊസിഷൻ. നമ്മൾ വി പൊസിഷനിലേക്ക് എത്തി. ദെൻ റൈറ്റ് ലെഗ് ഫോർവേഡ്. ഏത് കാലാണോ ആദ്യം ഇറക്കി വെച്ചത് ആ കാല് മുന്നോട്ട് തന്നെ വെക്കുക. ലുക്ക് ഫോർവേഡ്, മുകളിലേക്ക് തന്നെ നോക്കാൻ ശ്രമിക്കുക. അതർ ലെഗ് ഫോർവേഡ്, ഇടത്തെ കാല് കയറ്റി വെച്ചു. ദെൻ ടേക്ക് എ ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് ആംസ് അപ്പ് ആർച്ച് ബാക്ക്. പിന്നിലേക്ക് തന്നെ ആർച്ച് ചെയ്യുക. ദെൻ ശ്വാസം വിട്ടുകൊണ്ട് പ്രയർ പൊസിഷനിലേക്ക് നോർമൽ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കുന്നു. നമ്മൾ എവിടെ തുടങ്ങി അവിടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ടാവും. അഗെയിൻ ടേക്ക് എ ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് ആംസ് അപ്പ് ആർച്ച് ബാക്ക്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആർച്ച് ബാക്ക് ചെയ്തു. ശ്വാസം വിട്ടുകൊണ്ട് എക്സൈൽ, ബെൻഡ് ഫോർവേഡ്. ദെൻ ലെഫ്റ്റ് ലെഗ് ബാക്ക്. നേരത്തെ വലത്തെ കാലാണ്, ഇപ്പോൾ ഇടത്തെ കാലാണ് പിന്നിലേക്ക് വെച്ചത്. ലുക്ക് സ്ട്രെയിറ്റ്. ദെൻ എക്സൈൽ, അതർ ലെഗ് ബാക്ക്. അപ്പൊ പുഷപ്പ് പൊസിഷനിലാണ് വന്ന് നിൽക്കുന്നത്. പുഷ് പൊസിഷനിൽ നമ്മൾ പ്ലാങ്കിലൊക്കെ നിൽക്കുന്നത് സ്റ്റൈലിൽ തന്നെ. അപ്പോൾ അബ്ഡോമൻ കോർ നല്ല രീതിയിൽ എൻഗേജ് ആയി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മാക്സിമം ബ്രെത്ത് ഹോൾഡ് ചെയ്തിട്ട് നീ ചെസ്റ്റ് ഫോർ ഹെഡ് ഡൗൺ. ദെൻ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കോബ്ര പോസിലേക്ക് വരിക. ദെൻ എക്സൈൽ, ശ്വാസം വിട്ടുകൊണ്ട് വി പൊസിഷനിലേക്ക് വരിക. ദെൻ ലെഫ്റ്റ് ലെഗ് ഫോർവേഡ്. ലുക്ക് സ്ട്രെയിറ്റ്. അതർ ലെഗ് ഫോർവേഡ്. Take a deep inhalation. Come to normal position. Okay. Once again, join here. Open join ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. Take a deep inhalation. Prior position 1. Inhale, arms up, arch back. Exhale, slowly down. Very good. Right leg back. Look straight. Other leg back. Bring your knee just forehead down. Slightly arch back. Come to inverted V position. Right leg forward. Other leg forward. Inhale, arms up, arch back. Exhale, come to prior position. Basically, നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത വർക്കൗട്ട് ഹഠയോഗയിലുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് വർക്കൗട്ട് ആണ്. പല സ്റ്റൈലുകൾ ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിലുള്ള സ്റ്റൈലുകളെ ചൂസ് ചെയ്യുക. മാത്രമല്ല, പെർഫെക്ഷനെ കുറിച്ചിട്ടല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ബ്രീത്തിങ് ആൻഡ് ഫ്ലോ മാത്രം ശ്രദ്ധിക്കുക. ഒരിക്കലും 108 100 കൺസൾട്ടേഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. യോഗ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ കംഫേർട്ടാണ്. നിങ്ങൾ എത്രമാത്രം സുഖമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എത്രമാത്രം ഹാപ്പിയാണ് ആ റൊട്ടീനിൽ, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഫേസ് യോഗേനെ സംബന്ധിച്ച് മറ്റുള്ള വർക്കൗട്ട് പോലെയല്ല, ഒരിക്കലും പുഷ് ചെയ്ത് ചെയ്യേണ്ട ഒരു സാഹചര്യവും ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലും ഹാപ്പി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല ഒരു കുറച്ച് കോൺട്രാ ഇൻഡിക്കേഷൻസ് പറയുന്നുണ്ട്. ബി പി ഉള്ള ആളുകൾ, അതുപോലെ തന്നെ കിഡ്നി, ലിവർ, അതിൽ സ്റ്റമ് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉള്ള ആളുകൾ ഡോക്ടറെ റെക്കമെൻഡേഷനോട് കൂടി മാത്രം ചെയ്യുക. പ്രഗ്നൻസി ഉള്ള ആളുകൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ബാക്ക് ബോൺ, സ്പൈൻ ആയിട്ട് ഏതെങ്കിലും ഇഞ്ചുറീസോ മറ്റുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകളും ഒരിക്കലും ചെയ്യരുത് ഇത്തരം വർക്കൗട്ടുകൾ. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്. മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സൺഡേ കാണാം. ഓക്കെ, ബൈ.